എന്താണ് ഗർഭകാല പ്രമേഹം? ഈ പ്രഗ്നൻസി ടൈമിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഒബ്സ്റ്ററ്റിക്കൽ കണ്ടീഷനാണ് ഈ ജസ്റ്റേഷണൽ ഡയബറ്റിക് മെലൈറ്റിസ് അഥവാ GDM എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിൻ്റെ അവസാനവും തേർഡ് ട്രൈമസ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങുമായിട്ടാണ് പൊതുവേ കണ്ടുവരാറ്. ഇത് സ്ത്രീകളുടെ ഈ പ്രഗ്നൻസി ടൈമിൽ അവരൊരു 24 മുതൽ 28 ആഴ്ചകളൊക്കെ എത്തുമ്പം ആണ് ഈ പ്രമേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് ഗ്രാജ്വലി കുട്ടിയുടെ ജനനം കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. എന്നാൽ പല സ്ത്രീകൾക്കും അവർക്ക് അറിയില്ല അവർ ഓൾറെഡി ഡയബറ്റിക് ആണോ, അല്ലെങ്കിൽ ഇപ്പം സ്ക്രീനിങ് ടൈം ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് അവർ പലപ്പോഴും മനസ്സിലാക്കുന്നത് അവർക്ക് ഡയബറ്റിക് ഉണ്ടെന്ന്. അപ്പം ഈ വീഡിയോയിലൂടെ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ജസ്റ്റേഷൻ ഡയബറ്റിസ് മെലൈറ്റിസ് ഉണ്ടാവുക, അതുപോലെ തന്നെ മെറ്റേണലായിട്ടും ഫീറ്റലിനും എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ, കാലിക്കറ്റ്. അപ്പോൾ പൊതുവേ നമ്മുടെ ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിസിനെ പോലെ തന്നെയാണ് ഈ ജസ്റ്റേഷൻ ഡയബറ്റിസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ രക്തത്തിൽ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ ഡയബറ്റിസ് ഉണ്ടാവുന്നത്. അപ്പോൾ പൊതുവേ ഇത് എന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻസി ടൈമിൽ കൂടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായിട്ടുള്ളതും അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ ഫങ്ഷനിങ്ങും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ തന്നെ ഈ ഒരു ഡയബറ്റിസ് വരുന്നത്. അപ്പം നമുക്കറിയാം ഈ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഇൻസുലിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ അതിനെ എനർജി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനും അതിന് പ്രോപ്പർ ഫങ്ഷനിങ് ഒക്കെ ചെയ്യണം. പക്ഷേ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻസി ടൈമിൽ ഈ പ്ലാസൻ്റയിൽ നിന്ന് കുറച്ച് ഹോർമോൺസ് ഉണ്ടാവും. ഈ ഹോർമോൺസ് ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷനെ കംപ്ലീറ്റ് ആയിട്ട് അത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ വരുന്നൊരു അവസ്ഥ വരുന്ന സമയത്ത് ഈ ഡയബറ്റിസിലേക്ക് അതായത് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഷുഗർ കണ്ടൻറ്റ് കൂടുകയാണ് ബ്ലഡിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു സിംറ്റം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് എപ്പോഴും ദാഹം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് നോർമലി അവർ മൂത്രമൊഴിക്കുന്നതിൽ നിന്നും കുറേ ടൈംസ് കൂടുതലായിരിക്കും. അതുപോലെ വളരെയധികം ക്ഷീണമായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരിക, അല്ലെങ്കിൽ ഓക്കാനം ഫീൽ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിലൂടെ അവർ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സാണ് ഈ ഒരു GDM അഥവാ ഈ ഒരു ജസ്റ്റേഷൻ ഡയബറ്റിസ് മെലൈറ്റിസിലേക്ക് എത്തിക്കുന്നതെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം ഒബീസിറ്റിയാണ്. അതായത് അമിതമുള്ള ആൾക്കാരിൽ ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഈ ഒരു ഡയബറ്റിസിൻ്റെ കണ്ടീഷൻ എത്താം. കാരണം നമുക്ക് പൊതുവേ നമ്മുടെ ഒരു ഹൈറ്റിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏജിനും അനുസരിച്ച് ഒരു വെയിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡയബറ്റിസിലേക്ക് എത്താൻ ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മളെ ഫാമിലിയിൽ ടൈപ്പ് 2 ഡയബറ്റിസിൻ്റെ ഒരു ആർക്കെങ്കിലും, ഇപ്പം അച്ഛൻ്റെ ഫാമിലി ആവാം, അച്ഛൻ അമ്മയ്ക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാവാം, അവർക്ക് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഉണ്ടെങ്കിലോ ഈ പ്രഗ്നൻസി ടൈമിൽ അതും റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ഒരു തരത്തിലുള്ള എക്സസൈസോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസോ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ കുറേ കാലം ഒരു മൂവ്മെൻറ്റ്സും ഒന്നും ഇല്ലാതെ നമ്മൾ എപ്പോഴും ഒരു സെഡൻറ്ററി ലൈഫിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ അവർക്കും ഈ ഡയബറ്റിസ് വരാൻ ചാൻസസ് കൂടുതലാണ്. മറ്റൊന്ന് ഇപ്പം PCOD ഉള്ള ആൾക്കാരിൽ, അതുപോലെ തന്നെ ഇപ്പം ഈ കാർഡിയോവാസ്കുലർ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലും നമ്മൾക്കിത് കാണാം. മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഈ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നൊരവസ്ഥ, അതായത് നമ്മുടെ കഴുത്തിന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ഈ കട്ടിയായിട്ടുള്ള നമ്മളെ കുറേ ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് കറുത്ത് കിടക്കുന്ന ഒരു അവസ്ഥ. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പം ഓൾറെഡി ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഈ GDMൻ്റെ ഒരു എന്താ പറയുക ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് വരാൻ ചാൻസ് കൂടുതലാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 35 വയസ്സിന് മുകളിലോ അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടാണ് പ്രഗ്നൻ്റ് ആവുന്നതെങ്കിൽ അവർക്കും ഇത് വരാൻ ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് മെറ്റേണൽ ഫീറ്റലിന് വരുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡയബറ്റിസ് ഉണ്ടാവുമ്പം അവർക്ക് വളരെ എന്തെങ്കിലും വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവുമ്പോൾ അവർക്ക് ഒന്നാമത്തെ കാര്യം എബോർഷൻ സംഭവിക്കാനുള്ള ചാൻസസ് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ അത് അവർക്ക് ചിലപ്പം ടേമിനോട് അടുത്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരു 7th മന്തൊക്കെ എത്തുമ്പോൾ അപ്പോൾ ഈ ഒരു എബോർഷൻ സംഭവിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രീ എക്ലാംസിയാണ്. അതായത് ഈ പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത് ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് അവർക്ക് BP ഹൈ ആയിട്ട് ചില സമയത്ത് സീഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അടിക്കടി അവർക്ക് UTI ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതാണ്.
മറ്റൊരു കാര്യം പോളിഹൈഡ്രാമിനിയോസ് ആണ്. അതുപോലെ തന്നെ മെറ്റേണൽ ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ട് അവർ ഫീൽ ചെയ്യും ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ. അത് അവർക്ക് വളരെ രീതിയിൽ ആ ഒരു എന്താ പറയുക കോംപ്ലിക്കേഷൻ എന്നതിൽ ഉപരി അവർക്ക് മെൻ്റലി അവർ ഒട്ടും തന്നെ പ്രിപ്പയർഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ വളരെയധികം ഭയങ്കര ഒരു എന്താ പറയുക ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയും കാണാറുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് കണ്ണിൽ വിഷ്വലി അവർക്ക് വളരെയധികം ഡിസ്റ്റർബൻസസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഇപ്പം എന്താ പറയുക പ്രീ ടേം തികയാതെ അവരെ പ്രസവിക്കുക, അത് ഈ പ്രീമെച്യൂർ കാരണം അവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുക. അപ്പം ഈ കറക്റ്റ് ടേമിലല്ലാതെ അവർ പ്രസവിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫീറ്റൽ മാക്രോസോമിയ എന്ന് പറയും, അതായത് ഏകദേശം 4 കിലോൻ്റെ മുകളിലായിരിക്കും കുഞ്ഞിൻ്റെ ബർത്ത് വെയ്റ്റ് എന്ന് വരുന്നത്. പൊതുവേ ഒരു 2.5 to 3.5 ആണ് നോർമലി വെയിറ്റ് വേണ്ടത്. പക്ഷെ എന്നാലും ഈ കുഞ്ഞുങ്ങൾ അതിൽ കൂടുതൽ വെയിറ്റായിട്ട് മാക്രോസോമിയ ഭയങ്കര ബൾജി ആയിട്ട് ഭയങ്കര കവിളൊക്കെ തുടുത്ത് അങ്ങനെ ഭയങ്കര ഒരു ബിഗ് ബേബി ആയിരിക്കും അവർ പ്രഗ്നൻറ്റ്, അതായത് ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ശേഷം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് മഞ്ഞപ്പിത്തം വരിക, അതായത് ജനിച്ച പാടന്നെ അവരുടെ കണ്ണിലും അതുപോലെ തന്നെ മേൽ സ്കിന്നിലൊക്കെ ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാവുക. അത് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഒബ്സർവേഷനിലൊക്കെ ചെയ്ത് ഒരു 2-3 days ഒക്കെ കഴിയുമ്പം ഏകദേശം അത് നോർമലായിട്ട് നിൽക്കാറുണ്ട്. അതുമാത്രമല്ല ചില സമയത്ത് അവർക്ക് ഷോൾഡർ ഡിസ്റ്റോഷ്യ, അതായത് കുഞ്ഞിനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടിലുള്ള ഷോൾഡർ മുന്നിലേക്ക്, അതായത് നമുക്ക് ആ ഡെലിവറിയുടെ സമയത്ത് ഇഞ്ചുറി സംഭവിക്കുന്നതാണ്. അതുമാത്രമല്ല അപ്പോൾ അവർക്ക് കുട്ടിയെ എടുത്തു കഴിയുമ്പോൾ തന്നെ അവർക്ക് വളരെ രീതിയിലുള്ള ഇഞ്ചുറീസ് സംഭവിക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ബ്ലഡ് കണ്ടീഷൻസ് ആയിട്ടുള്ള ചില പോളിസൈത്തമിക് കണ്ടീഷൻസിലേക്കൊക്കെ എത്താം. അതുപോലെ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ അവരുടെ ഷുഗർ ലെവൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം കുറവായിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ മെറ്റേണൽ ഫീറ്റലിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഈ GDM-ൽ നമ്മൾ മറ്റൊരു കാര്യം, അതായത് ഇത് ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതായത് പൊതുവേ നമ്മളിപ്പം ഈ റിസ്ക് ഫാക്ടറിൽ പറയുമ്പം ഗ്ലൂക്കോസ് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഓൾറെഡി നമുക്ക് ഡയബറ്റിക് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ HbA1c എപ്പോഴും ഒരു 5.7 താഴെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ അവരുടെ കൊളസ്ട്രോളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ട്രൈഗ്ലിസറൈഡ്സ് കൂടിയാലും അതുപോലെ തന്നെ നല്ല ഗുഡ് കൊളസ്ട്രോളൊക്കെ നമ്മൾ കുറച്ച് പ്രോപ്പറായിട്ടുള്ള നോർമൽ ലെവലിൽ അല്ലെങ്കിലും പ്രശ്നമാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പം നമ്മൾ ഓറലി അവർക്കൊരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ ടെസ്റ്റ് ചെയ്യുന്ന വഴി അവരുടെ വാല്യൂസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഡയബറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് നോക്കുന്നത്. ഇതിന് ഏകദേശം ഒരു 2 സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ പൊതുവേ ചെയ്യാറ്. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് അവരോട് ഒരു 8 hour ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ എവിടെയാണോ ലാബിൽ എത്തിക്കഴിഞ്ഞിട്ട് അവരോട് അപ്പം ആ സമയത്തുള്ള ഷുഗറിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കും. അത് ഏകദേശം ഒരു 92ൻ്റെ താഴെ വരാനാണ് ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഏകദേശം ഒരു 75 gram ഓറലി അവർക്ക് ഈ ഗ്ലൂക്കോസ് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം 180 mg/dL താഴെയാണ് ഇതിൻ്റെ വാല്യൂസ് വരേണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2 hour കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 153യുടെ താഴെയാണ് ഈ ലെവൽസ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അപ്രോച്ച് നമ്മൾ നോക്കിയിട്ടാണ് ഇത് ഡയബറ്റിക് ആണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ സ്ക്രീനിങ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഫാസ്റ്റ് ചെയ്യൊന്നും വേണ്ട, പക്ഷേ നമ്മൾ ഈ ഒരു 50 gram ആണ് ഓറലി നമ്മൾ ഈ ഗ്ലൂക്കോസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് ഏകദേശം 130 അല്ലെങ്കിൽ 140ൻ്റെ മുകളിലാവാൻ പാടില്ല. അതിൻ്റെ താഴെ കുറഞ്ഞാൽ നമ്മൾ നോർമലി പറയും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊരു 100 gram കൂടെ നോക്കിയിട്ടാണ് ഇതിനെ കൺഫർമേറ്ററി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഡയബറ്റിക് ആവുന്ന പല പേഷ്യൻസിനും അവർക്ക് ഓൾറെഡി ഇതിൻ്റെ മുമ്പേ അവർ ഡയബറ്റിക് ആണോ എന്നുള്ളത് അറിയില്ല. പലരും അത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അവർ പ്രോപ്പറായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ തയ്യാറെടുപ്പുകൾ ചെയ്യായിരുന്നു. പക്ഷേ അധികം ആൾക്കാരും അവർ ഈ സ്ക്രീനിങ് ടൈമിലാണ് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടുപിടിക്കുക അവർക്ക് ഡയബറ്റിക് ആണെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഈ ഫെമിലിയൽ കണ്ടീഷൻസ്, ഈ type 2 ഡയബറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ
അവരുടെ പാരൻസിന് ഏത് ഏജിലാണോ അവർക്ക് ഈ ഒരു കണ്ടീഷൻ വന്നത് അതിൻ്റെ ഒരു 5 ഇയേഴ്സ് മുന്നേ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഡയറ്റിൽ. നമ്മൾ പലരും വിട്ടുപോകുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഭക്ഷണം കിട്ടിയാൽ നമ്മൾ ഏത് ഭക്ഷണവും നമുക്ക് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കാൻ, അതിപ്പോൾ കാർബ് ആവട്ടെ, സ്പൈസി ഐറ്റംസ് ആവട്ടെ, പ്രോട്ടീൻസ് ആവട്ടെ, എല്ലാം കഴിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാർബ് ഐറ്റംസ് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ കഴിച്ചാൽ നമുക്കതിന് കുറേ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഫാമിലി കണ്ടീഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, GDM ഉണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അവർക്ക് ഉണ്ടാവും, കുട്ടീനെ പ്രസവിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്രാജുവലി അത് കുറയും. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ കൺസേൺഡ് ആവില്ല. പക്ഷേ വീണ്ടും അഗെയിൻ രണ്ടാമത്തെ പ്രസവം എടുക്കുന്ന സമയത്തായിരിക്കും വീണ്ടും അവർക്ക് ഈ GDMൻ്റെ പോസിബിലിറ്റി വരുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നോർമൽ ഡെലിവറി പറഞ്ഞിട്ട് പോലും ചിലപ്പം സിസേറിയനിലേക്ക് എത്താം. അപ്പം കഴിയുന്നതും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പേ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളുടെ തടി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വളരെയധികം നമ്മൾ ഈ ഒരു ഒബീസ് ആയിട്ടുള്ള ബോഡി വെച്ച് ഓൾറെഡി നമ്മൾ നമ്മുടെ പ്രഗ്നൻസിയിൽ നമുക്കൊരു 11 കിലോ ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്ക് അതിൽ കൂടുതൽ നമ്മുടെ ബോഡി വെയിറ്റ് ഉള്ളത് കൊണ്ടും ഈ ഓൾറെഡി 11 kg നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടും വളരെയധികം ബുദ്ധിമുട്ട് ഈ പ്രഗ്നൻറ്റ് ലേഡീസിന് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്നതും നിങ്ങൾ ഈ പ്രഗ്നൻസി പീരീഡ് നമുക്ക് ഒരുപാട് വാരി വലിച്ച് കഴിക്കാനും ഒക്കെ തോന്നും. പക്ഷേ നിങ്ങൾ അങ്ങനത്തെ ഒരു ഡയബറ്റിക് സ്റ്റേറ്റിലാണ് കടന്നു പോകുന്നതെങ്കിൽ കഴിയുന്നതും നിങ്ങൾ മെയിനായിട്ട് ഈ പറയുന്ന കാർബ് ഐറ്റംസ്, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ക്രേവിങ്സ് വന്നാൽ നമ്മൾ ഒരുപാട് കഴിക്കാനൊക്കെ കുറേ ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ കഴിയുന്നതും ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് വളരെയധികം തടിയൊക്കെ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കുറേ കഴിക്കുക. പക്ഷേ അത് വിചാരിച്ച് ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം തന്നെ കഴിക്കരുത്. അമ്മയ്ക്കും കുഞ്ഞിനും നല്ലൊരു ഹെൽത്തി ഒരു പ്രഗ്നൻസി പീരീഡ് തന്നെ കിട്ടണം. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പം PCODൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ മുന്നേ ഡോക്ടറെ കണ്ട് ഇതിനൊക്കെയുള്ള കറക്റ്റ് പോംവഴി കണ്ടുപിടിക്കുക. എന്നിട്ട് പ്രഗ്നൻസി ടൈമിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അമ്മ എന്ന് പറയുന്ന ഒരു പ്യുവർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്, അതായത് പ്രഗ്നൻസി ടൈമിൽ കുഞ്ഞിനെ പ്രസവിക്കുക, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ഹെൽത്തി ബേബീനെ പ്രസവിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ നമ്മുടെ ഈ മാറുന്ന ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഒരുപാട് ഡയറ്ററി ചേഞ്ചസും നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആക്കുന്നു. അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലൈറ്റസിനെ കുറിച്ച്, അതായത് ഗർഭകാല പ്രമേഹത്തിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.